ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളിൽ പലരും ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസീസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നെ പേഴ്സണൽ ആയിട്ടും കമന്റുകളായിട്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾ ഈ സീരീസിന് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 16ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഡിസ്ക്ലെയിമർ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതായത് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വേക്കൻസീസും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഓരോ ജോബ് വേക്കൻസിക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും നിങ്ങൾ ഈ ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാതിരിക്കുക. അതൊരു സ്കാം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ജോബ്സിന് അപ്ലൈ ചെയ്യുക. ആരെങ്കിലും ക്യാഷ് കൊടുത്ത് UAEയിൽ ടീച്ചിങ് ജോബ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരിക്കലും ക്യാഷ് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ളവർ നിങ്ങളെ സ്കാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വേക്കൻസിയിലേക്ക് പോകാം. ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് 2025-2026 അധ്യയന വർഷത്തേക്ക് ഇത്തിഹാദ് നാഷണൽ പ്രൈവറ്റ് സ്കൂൾ അബുദാബിയിലെ ഖലീഫ സിറ്റിയിലെ ഇത്തിഹാദ് നാഷണൽ സ്കൂളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇത് 2025-2026 അധ്യയന വർഷത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 5 ടീച്ചിങ് പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. മേ ബി അതായത് ഹൈസ്കൂൾ ബിസിനസ് ടീച്ചർ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വേക്കൻസീസ് അവിടെ കാണാം. അപ്പം നിങ്ങൾക്ക് വേണ്ട മിനിമം എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ കൂടത്തിൽ ടീച്ചിങ് ഡിഗ്രി അല്ലെങ്കിൽ ടീച്ചിങ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം, പിന്നെ 2 വർഷത്തിൽ കുറയാത്ത ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നോൺ നേറ്റീവ് ടീച്ചേഴ്സിന് 6.5 ഇംഗ്ലീഷിനും 6.5 ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന മറ്റ് സബ്ജക്റ്റുകൾക്കും 7 ഇംഗ്ലീഷ് സബ്ജക്റ്റിനും ആവശ്യമായിട്ടുണ്ട്. പിന്നെ TLS ഉള്ളവർക്ക് ഇവിടെ മിനിമം റിക്വയർമെൻറ്റിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുൻഗണന ലഭിക്കും. പിന്നെ എക്സലൻറ്റ് നോളജ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റിലവൻറ്റ് ടെക്നോളജി, അതായത് പുതിയ IT കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് പൊസിഷനാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യുവാനായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എലിജിബിൾ ആണെങ്കിൽ, ഈ പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദേറ പ്രൈവറ്റ് സ്കൂളിലേക്കുള്ളതാണ്. ദേറ പ്രൈവറ്റ് സ്കൂൾ ആൻഡ് ചബീഷിക് നഴ്സറി. ഇവിടേക്കുള്ള ഈ വേക്കൻസി എന്ന് പറയുന്ന ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആയിട്ടാണ് അവർ നടത്തുന്നത് ഈ വേക്കൻസിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്. അപ്പം 12-ാം തീയതി, ഇന്ന് 12-ാം തീയതി 2 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സ്ഥലം ദേറ പ്രൈവറ്റ് സ്കൂൾ ആൻഡ് നഴ്സറി, തവാട്ട് ട്രീയിൽ ദുബായിലുള്ള സ്കൂളിലാണ്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ, നിങ്ങളിപ്പോൾ കറൻ്റ് UAEയിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഏറ്റവും നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ അപ്ഡേറ്റഡ് CV, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ്, മോഫ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് UAE എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള അറ്റസ്റ്റേഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ്റർവ്യൂ. ഇനിയും മൂന്നാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇസ്ലാമിയ ഇംഗ്ലീഷ് സ്കൂൾ അബുദാബിയിലേക്കാണ്. 2024-25 അധ്യയന വർഷം, അതായത് ഇപ്പോൾ തന്നെയുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ 2 ടീച്ചിങ് പൊസിഷൻസ് ഉണ്ട്. ഒന്ന് ടെമ്പററി ഇംഗ്ലീഷ് ടീച്ചറിൻ്റെയും ബിസിനസ് ടീച്ചറിൻ്റെയും പൊസിഷനാണ്. നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഇമെയിലിൻ്റെ സബ്ജക്റ്റ് ലൈനിൽ മെൻഷൻ ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റീസിൽ ഈക്വലൻസി ഉണ്ടായിരിക്കണം, MOE അപ്രൂവൽ, മിനിമം 2 year ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്, UAEയിൽ 2 year ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടാകും.
ഇനി നമുക്ക് നമ്മളുടെ അടുത്ത വേക്കൻസിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് പ്രിസ്റ്റീൻ പ്രൈവറ്റ് സ്കൂൾ ദുബായിലേക്കാണ്. ഇവിടെ പ്രൈമറി സയൻസ് ടീച്ചറിൻ്റെ ടീച്ചിങ് പൊസിഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 4ാമത്തെ ജോബ് വേക്കൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കാണാം. ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ടെമ്പററി മ്യൂസിക് ടീച്ചറിൻ്റെ വേക്കൻസിയാണ്. 3 മാസത്തെ കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി UAE ജസ്റ്റ് ഒരു എൻട്രി ലെവൽ ജോബിന് നോക്കുന്ന മ്യൂസിക് ടീച്ചേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇവർക്ക് വേണ്ട റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വോക്കൽ മ്യൂസിക്കിൽ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഇമ്മീഡിയറ്റ് അവൈലബിൾ, ഇപ്പോൾ കറൻ്റ്ലി UAE ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് ഫോർവേഡ് ചെയ്യുക. സബ്ജക്റ്റ് ലൈനിൽ ഇത് കൃത്യമായിട്ടും ടെമ്പററി മ്യൂസിക് ടീച്ചർ ആപ്ലിക്കേഷൻ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് അടുത്ത ജോബ് വേക്കൻസിയിലേക്ക് പോകാം. അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽസഹൂർ സ്കൂളിലേക്കാണ്. ഇതൊരു അമേരിക്കൻ കരിക്കുലം സ്കൂളാണ്. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻ ബയോളജി ഫിസിക്സ് ടീച്ചറുടെ പൊസിഷനാണ്. അപ്പം അതിന് വേണ്ട റിക്വയർമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ സബ്ജക്ട് ലൈനിൽ ഏത് ടീച്ചിങ് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ബയോളജി ടീച്ചർ ആപ്ലിക്കേഷൻ ഫോർ ബയോളജി, അത് കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ CV ഒരു സ്കൂളിലേക്ക് അയക്കുമ്പോൾ കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അതുകൂട്ട് തന്നെ നിങ്ങളുടെ കൃത്യമായ ഒരു കവർ ലെറ്ററും ഇമെയിൽ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങളുടെ CV അതിൻ്റെ താഴെ അറ്റാച്ച് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അപ്പം കൃത്യമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും അടുത്തത് വെർജീനിയ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ ഇപ്പോൾ 2 ടീച്ചിങ് പൊസിഷൻസ് ആണ് 2025-26 അധ്യയന വർഷത്തേക്കുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്കൂളിലേക്കുള്ള കുറച്ചേറെ ടീച്ചിങ് വേക്കൻസീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. കെമിസ്ട്രി ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസീസ്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷൻ അബുദാബിയാണ്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും നമുക്ക് അടുത്ത ടീച്ചിങ് പൊസിഷൻ നോക്കാം. 8ാമത്തെ ടീച്ചിങ് പൊസിഷൻ ഹെഡ് ഓഫ് ഇംഗ്ലീഷ് വുഡ്ലംബ സ്കൂൾ അജ്മാനിലേക്കാണ്. അപ്പം ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള UAE വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് തങ്ങളുടെ കരിയറിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ടും ഈ സബ്ജക്ട് ലൈനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഇനിയും 9ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസിൻ്റെ ന്യൂ മില്ലേനിയം സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ ഇമീഡിയറ്റ് ഹയറിംഗ് ആണ്. ഏപ്രിലിൽ തന്നെ ഇമീഡിയറ്റ് ഹയറിംഗ് നടക്കുന്നതാണ്. സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചറിൻ്റെയും മിഡിൽ സ്കൂൾ ഫ്രഞ്ച് ടീച്ചറിൻ്റെയും വേക്കൻസീസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ആൻഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് അക്സെപ്റ്റബിൾ അല്ല എന്ന്. പിന്നെ 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് CBSE ആൻഡ് IGCSE കരിക്കുലം ആണെങ്കിൽ ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ CV പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കുക. ഇനിയും റോയൽ പ്രൈവറ്റ് ഇംഗ്ലീഷ് സ്കൂളിലേക്കുള്ള മാത്സ് ടീച്ചറിൻ്റെ വേക്കൻസിയാണ്. ഇതൊരു കറൻ്റ് CBSE സ്കൂളാണ്. CBSE കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അല്ലെങ്കിൽ IGCSE കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിൻ്റെ മുൻഗണനയുണ്ട്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID 15-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ജോബ് വേക്കൻസിയിലേക്ക് പോകാം.
11ാമത്തെ ജോബ് വേക്കൻസി പ്രിസ്റ്റീൻ പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസിക്കൊക്കെ അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വൈസ് ഇന്ത്യൻ അക്കാഡമി അജ്മാനിലേക്കാണ്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചർ, അറബിക് ആൻഡ് ഇസ്ലാമിക് ടീച്ചർ, മാത്ത് HOD, ഹിന്ദി ടീച്ചർ വേക്കൻസീസ് ഒക്കെയാണുള്ളത്. നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ബേക്കൺ ഹൗസ് സ്കൂളിലേക്കാണ്, സ്കൂൾ ഗ്രൂപ്പിലേക്കാണ്. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടീച്ചിങ് പൊസിഷൻസിന് എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള റിക്വയർമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെൻറ്റുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ്, അപ്ലൈ ചെയ്യുക. 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സലന്റ് പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലേക്കാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രൈമറി ഹിന്ദി ടീച്ചറിൻ്റെ പൊസിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കറൻ്റ് ഇപ്പോൾ തന്നെ ഈ സ്കൂളിൻ്റെ ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജിൽ വന്നൊരു പൊസിഷനാണിത്. ഇവിടെ കുറച്ച് റിക്വയർമെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അവസരം. UAE റെസിഡൻസ്, കറൻ്റ് UAEയിൽ റെസിഡൻസ് വിസ ഉള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഹിന്ദിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ BEd ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 15ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ന്യൂലാൻഡ് സ്കൂൾ ദുബായിലേക്കുള്ള പ്രൈമറി ടീച്ചറിൻ്റെ വേക്കൻസിയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റുകളൊക്കെ വായിച്ച് നോക്കുക. ഈ റിക്വയർമെൻറ്റുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ ഇമെയിൽ ID അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് സബ്ജക്റ്റ് ലൈനിൽ നിങ്ങൾ ഏത് പോർഷനാണ് അപ്ലൈ ചെയ്യുന്നത് മെൻഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കവർ ലെറ്റർ CV അതായത് ഇമെയിലിൻ്റെ ബോഡി ആയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ CV മാത്രം ജസ്റ്റ് വെച്ച് ഫോർവേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് CV അറ്റാച്ച് ചെയ്ത് മാത്രം ഈ ജോബിന് അപ്ലൈ ചെയ്യുവാനോ ശ്രമിക്കരുത്. അത് നിങ്ങൾ കൃത്യമായ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ വേണം നിങ്ങളുടെ CV അയക്കുവാനായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.